ഇന്നലെ 12 മണിക്ക് തോരാതെ പെയ്ത മഴയ്ക്ക് എന്റെ വീടിന്റെ അകത്ത് ചോർച്ചല്ലാണ്ടില്ല. ഈ കുരുപ്പ് തള്ളിട്ടും ചലിച്ചിട്ടില്ല. ആ അമ്മൂമ്മയെ നന്നാക്കാനാവും നമുക്ക്. VD സതീശനോട് ഇരുത്തി പറയാനാവും. സുരേന്ദ്രൻ പത്രസമ്മേളനത്തിൽ എന്തെങ്കിലും ചെയ്തു എന്ന് പറയോ? അതുകൊണ്ട് അപ്പണിക്ക് നിൽക്കരുത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഈ സഖാക്കളോടാണ്. CPIM സമ്മേളനങ്ങളിൽ നേരത്തെ ബാലഗോപാൽ സഖാവ് പറഞ്ഞതുപോലെ സമ്മേളനങ്ങളിൽ പറയാത്തവർ മനസ്സിലടക്കി സൂക്ഷിച്ചിട്ടുണ്ട്. പോരാ, ഇത് ഒന്നാം പിണറായി സർക്കാരിന്റെ ഒരു പ്രഭയില്ല, കാന്തി കുറഞ്ഞു, ജോറും വാറും വീറുമില്ല രണ്ടാം സർക്കാരിന് തോന്നുന്നില്ലേ? നിങ്ങൾക്ക് തോന്നുന്നത് മാത്രമല്ല. ഞാൻ CPIM ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തകനാണ്. മോശമില്ലാത്തൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇന്നാണ് അർത്ഥത്ത് തോന്നിപ്പോയി. ഒന്നാമത്തെ എന്റെ ഗുണമില്ലേ, രണ്ടാമത്തേത് എന്റെ നാട്ടിലെ വീരാൻ ഹാജി ബാംഗ്ലൂരിൽ പഠിക്കാൻ അഡ്മിഷൻ കിട്ടിയ മൂത്ത മോളുടെ പഠനാവശ്യത്തിന് കാശ് കിട്ടാൻ വേണ്ടി പാത്തുമ്മ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ആട്ടുകുട്ടിയെ വിൽക്കാം. മനസ്സോടെ മോളെ പഠനത്തിനല്ലേ. പാത്തുമ്മ സമ്മതിച്ചു. കെട്ടഴിച്ച് ഭർത്താവിന്റെ കയ്യിൽ കൊടുത്തു. വീരാൻകുട്ടി കയറിന്റെ അറ്റത്ത് ആടിനെയും കൂട്ടി അങ്ങാടിയിലേക്ക് ചന്തയിലേക്ക് നടന്നു. കുറച്ചത് കഴിഞ്ഞപ്പോ വീരാനോട് ആൾ ചോദിച്ചു, അല്ല വീരാനെ, പട്ടിയെയും കൊണ്ട് അങ്ങോട്ടാ? അപ്പൊ വീരാൻ, നിന്റെ വാപ്പയാ പട്ടി, ഇതല്ലടാ ആട്. വീരാനോടൊപ്പം അയച്ചതാണത്. 1 കിലോമീറ്റർ നടക്കണം ചന്തയിലേക്ക്. ചന്തക്കടുത്തെത്താൻ 100 മീറ്റർ ഉള്ളപ്പോൾ 260ാമത്തെ ആളാ ചോദിക്കുന്നത്, അല്ല വീരാനെ, പട്ടി അയച്ചല്ലട്ടാണ്. ഉടൻ വീരാൻ എളിയിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് പാത്തുമ്മയ്ക്ക് വിളി, അല്ല പാത്തു, നമ്മൾ കെട്ടയച്ചത് പട്ടിനെയാണോ അല്ല ആടിനെയാണോ? വീരാന് സംശയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോ തോന്നും, ഒന്നാം സർക്കാരിന് ചൊറുക്കില്ലേ രണ്ടാം സർക്കാരിന് ഉണ്ട്. വിശദീകരിക്കാൻ നേരില്ല. ചപ്പും ചവറും പൊടിയും മാറാനെയും തട്ടിക്കിടക്കുന്ന ഒരു മുറി അല്ലെങ്കിൽ റൂം 500 രൂപ കൊടുത്ത് ഒരാളോട് വൃത്തിയാക്കാൻ ഏൽപ്പിച്ച് വീട്ടിൽ പോയി വൈകുന്നേരം തിരിച്ചു വന്ന് വാതിൽ തുറക്കുകയും ഷട്ടർ പൊക്കുകയും ചെയ്ത് അകത്തേക്ക് നോക്കി നോക്കൂ. നിങ്ങൾക്ക് വൃത്തിയാവും. കാരണം എന്താ? വൃത്തിയായിട്ടുണ്ടാവുന്നത്. ചപ്പും ചവറും നിറഞ്ഞു കിടത്തിയിരുന്നു. ആ ചെറുപ്പക്കാരൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. സന്തോഷമാവും. നമ്മൾ വെച്ചോളൂ. സാമാന്യേന വന്ന് നല്ലവണ്ണം സൂക്ഷിച്ചിരിക്കുന്ന റൂം, വൃത്തിയായി കൊണ്ടു നടക്കുന്ന റൂം 2000 രൂപ കൊടുത്ത് 2 ആളെ ഏൽപ്പിച്ച് 3 ദിവസം കഴിഞ്ഞിട്ട് അത് പരിശോധിക്കാൻ വന്നു നോക്കൂ. മനുഷ്യനാണോ? നിങ്ങൾക്ക് എന്താ തോന്നുക? മൂലയിൽ ഒരു മാറാന തുണിക്കിടക്കുന്നുണ്ടോ? മേശക്കടിയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ പേപ്പർ കുടുങ്ങി കിടക്കുന്നുണ്ടോ? കസേരയുടെ കാലിനടിയിൽ ഒരു കഷ്ണം അഴുക്ക് കിടക്കുന്നുണ്ടോ? അങ്ങനെ തോന്നും. കാരണം എന്താ? ഇത് നല്ലോണം വൃത്തിയായി കൊണ്ടുവന്ന റൂമാണേ. ഇതാ വ്യത്യാസം. കഴിഞ്ഞതിന് മുമ്പത്തെ ഭരണം ഉമ്മൻചാണ്ടിയിൽ നിന്ന് പിണറായി ഏറ്റെടുത്തത് നശിച്ച് നാരായണക്കല്ല് തിരിഞ്ഞ് നാനാവിധമായതാണ്. അവിടേക്ക് ഒരു ചൂലും മുളവും മോപ്പും വെള്ളവും ബക്കറ്റും ഒക്കെ ആയിട്ട് അടിച്ച് തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ പറഞ്ഞു, നന്നായിട്ടുണ്ട്, വൃത്തിയായിട്ടുണ്ട്. വൃത്തിയായി കിടക്കുന്നത് ഈ കഴിഞ്ഞ 6-7 കൊല്ലമായി ആ മുറിയിലേക്ക് ഒരു പൊടി പറ്റി പിടിക്കാൻ, ഒരു അഴുക്ക് വന്നടിയാൻ, ഒരു ഈച്ച ചത്ത് കിടക്കാൻ പിണറായി സർക്കാർ സംഭവിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നുക, പഴയ ഉഷാറില്ലേ? അല്ല, പഴയ ഉഷാറുണ്ട്, അത് തിരുത്തണം. ഇതാണ് ഒരു അഭ്യർത്ഥന. 2, ഈ കുറച്ച് കുറവുണ്ടെന്ന് കരുതിക്കോളൂ. അതുകൊണ്ട് ഈ സർക്കാരിനെ തകർക്കാനാവും. ഇവിടെ അറിയില്ല. എന്റെ അമ്മൂമ്മ എന്റെ ചെറുപ്പത്തിൽ എന്റെ അമ്മയുടെ അനിയത്തിയുടെ മകനെ, ചെറിയ കുട്ടിയെ പാളയിൽ കിടത്തിയിട്ട്, കൗലിനെ പറയാം, കൗലിന് കിട്ടുന്ന സാധനം പാള, അന്ന് ബാത്ടപ്പൊന്നുമില്ല, ഏതാണ്ട് രാത്രി അങ്ങനെ അത് കിടത്തിയിട്ട് കുളിപ്പിക്കുക. കുളി കഴിഞ്ഞാൽ അമ്മൂമ്മ കുട്ടിയെ നേരെ മാറ്റി കുളിക്കും. തോളത്തിരുന്ന തോർത്തെടുത്തിട്ട് മൂർധാവത്തിൽ അമർത്തി തോർത്തും. പിന്നെ ചെവിയിൽ 2 അതെന്താണെന്ന് അറിയില്ല, കൊല്ലത്തുണ്ടോ അറിയില്ല, എന്റെ നാട്ടിലൊക്കെ ഉണ്ട്. അതൊക്കെ ഊതിയിട്ട് താഴെ കിടക്കുന്ന പാളയിൽ അഴുക്കും ചെളിയും കൺമഷിയും പാലും മണ്ണും ഒക്കെ നിറഞ്ഞിട്ടുള്ള വെള്ളം ഉണ്ടാവും. കുട്ടിയെ കുടിച്ച വെള്ളം അത്. അമ്മൂമ്മ മുന്നിൽ നിന്ന് സ്വല്പം പൊക്കിയിട്ട് വലത്തെ കാലം കൊണ്ട് കട്ടല പാള കമിഴ്ന്ന് വെള്ളം ഒഴിയും. എന്റെ അമ്മൂമ്മ അരിവാഴ്ചത്തിന്റെ നക്ഷത്രത്തിന് എല്ലാ കൊല്ലവും വോട്ട് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇതുവരെ കുട്ടിയെ അടക്കം വളർത്തിയിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നമ്മുടെ സർക്കാരിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ? കുളിപ്പിച്ചോളൂ. അഴുക്കുണ്ടോ? അടിച്ചയക്കോളൂ. പക്ഷെ എന്ത് ചെയ്യണം? കുട്ടിയെ വെച്ചെടുക്കണം. എന്നിട്ടേ പാത്രം കമത്താവൂ. ഒപ്പം കമത്തിയാലോ അഭീസ് കൂട്ടിപ്പോ. അഖിലേന്ത്യാ രാഷ്ട്രീയത്തിന്റെ ആകാശവീഥികൾ ആശങ്കകളാൽ സമ്പന്നമാണ്. ജനാധിപത്യ വിരുദ്ധതയുടെയും ആഗോളവൽക്കരണത്തിന്റെയും ആസുരതകൾ അരമനകളിൽ